ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ബി.ജെ.പി. ഭരണത്തിലുള്ള അവർ ഉറപ്പായും ഭരണം ഏതു വിധേനയും പിടിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തോതിലാണ് ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ തകിടം മറിക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് ബി.ജെ.പി. ഈ ലോക്സഭാ സീറ്റ് വർധനവിന് വേണ്ടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 850ഓളം അംഗങ്ങളെ കുത്തിനിറയ്ക്കുന്ന രീതിയിലുള്ള പുതിയ പാർലമെൻറ്റ് മന്ദിരം അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ മനസ്സിലുണ്ടായിരുന്ന ബുദ്ധി എന്താണ് എന്നുള്ളതെല്ലാം പ്രതിപക്ഷം അന്നു മുതലേ മനസ്സിലാക്കിയതാണ്. പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലെ പ്രതിനിധികൾ എടുത്തിരിക്കുന്ന നിലപാട് വ്യക്തമാണ്. ദക്ഷിണേന്ത്യയിലാണ് കോൺഗ്രസ് 2 പ്രധാന സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുള്ളത്. ഒന്ന് കർണാടകയിലും മറ്റൊന്ന് തെലങ്കാനയിലും. ഈ രാജ്യത്തെ തന്നെ വിഭജിക്കുന്ന രീതിയിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ ദക്ഷിണേന്ത്യൻ പ്രാധാന്യം കുറയ്ക്കുകയാണ് അവരുടെ ലക്ഷ്യം. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ GDP നിരക്ക് നമുക്കറിയാം. അവിടുത്തെ സർവീസ് ആയിരുന്നാലും അതല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിലായിരുന്നാലും അവരെടുക്കുന്ന എഫേർട്ട്, അവരുടെ ഫാമിലി പ്ലാനിംഗ് മെത്തേഡ് എത്രത്തോളം വിജയകരമായിരുന്നു. ഉത്തർപ്രദേശ് അടക്കമുള്ള BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ്? അവിടെയുള്ള മറ്റ് മാനദണ്ഡങ്ങൾ എങ്ങനെയാണ്? ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള നീക്കമാണ്. GDPയുടെ രീതിയിലല്ല. അതായത് ജനസാന്ദ്രത നിരക്കനുസരിച്ച് ലോക്സഭാ വിഭജനം നടത്തിയാൽ സ്വാഭാവികമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് ക്രമാതീതമായി കുറയുന്ന സാഹചര്യം മാത്രമേ നിലവിൽ വരികയുള്ളൂ. അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യം വന്നാൽ അത് ഈ രാജ്യത്തെ അസന്തുലിതപ്പെടുത്തുന്നതിൻ്റെ പരിപൂർണമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിക്കും. ദക്ഷിണേന്ത്യയിൽ പ്രാതിനിധ്യം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയ്ക്ക് ആനുകൂല്യങ്ങളും മറ്റും പരമാവധി വെട്ടിച്ചുരുക്കുക എന്നതിൻ്റെ കൂടി അർത്ഥമുണ്ട്. അതുവഴി ദക്ഷിണേന്ത്യയെ കൂടുതൽ പാപ്പരാക്കുക, കൂടുതൽ അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുക. GSTയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ കേന്ദ്രം പിടിച്ചെടുക്കുന്ന പണം കൃത്യമായി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആ കേന്ദ്രത്തിൻ്റെ വിഹിതം ഒരുപോലെ തന്നെയാണ് വരുന്നത്. എന്നാൽ കേന്ദ്രം തിരിച്ചു കൊടുക്കുന്ന സഹായങ്ങൾ എങ്ങനെയൊക്കെയാണ്? അത് വളരെ വ്യക്തമായി പഠിക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യൂണിയൻ ബഡ്ജറ്റിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പരിപൂർണമായി ഒന്ന് പരിഗണിക്കുക പോലും ചെയ്യാതെ നടക്കുന്ന നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് എത്തും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഡീലിമിറ്റേഷനിലൂടെ ദക്ഷിണേന്ത്യ പരിപൂർണമായി പ്രാതിനിധ്യമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവരിക. 150-ൽ താഴെ സീറ്റുകൾ മാത്രം, 850 ലോക്സഭാ സീറ്റുകളിൽ ദക്ഷിണേന്ത്യയുടെ പ്രാതിനിധ്യം മതി എന്ന രീതിയിലേക്കാണ് കേന്ദ്രത്തിൽ BJPയുടെ നീക്കമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.